പറഞ്ഞോട്ടെ, ഈ പറയുന്ന 2008-ലും 2009 UDFിൻ്റെ പ്രത്യേകത ഞങ്ങൾക്ക് പറ്റാത്തതും അവർക്ക് പറ്റുന്നതുമായ കാരണം ഒരേ സമയം വേട്ടക്കാരൻ്റെയും ഇരയുടെയും കൂടെ അവർ കൂടും. വേട്ടക്കാരൻ്റെയും ഇരയുടെയും കൂടെ ഇവർ സ്വാശ്രയ മാനേജ്മെൻറ്റ് ആളുകൾ കൂടിയാണ്. ഒരേ സമയം ഞങ്ങൾക്ക് ഡബിൾ സ്പീക്കില്ല. ഒരു ഭാഗത്ത് സ്വാശ്രയ മാനേജ്മെൻറ്റ് സംസാരിക്കും, മറുഭാഗത്ത് ഞങ്ങൾ സാധാരണ കുട്ടികൾക്കാണെന്ന് പറയും. ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, സാധാരണ കുട്ടികൾ ഈ ഗവൺമെന്റ് കൂടിയാണ്. 219 സീറ്റിൽ അവർക്ക് പഠിക്കാൻ സാധിക്കുന്നു. പിന്നെ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ച് ഈ മാതൃഭൂമി വീക്ഷിക്കുന്ന ഓഡിയൻസിനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, കാണുന്ന വ്യൂവേഴ്സിനോട്, ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും സ്വാശ്രയ സ്ഥാപനം അണ്ടർ ഹാൻഡ്സായി കാശ് വാങ്ങിക്കുന്നുവെങ്കിൽ, ക്യാപിറ്റേഷൻ വാങ്ങിക്കുന്നുവെങ്കിൽ വിത്ത് എവിഡൻസ് പറഞ്ഞാൽ SFI പറയുന്നത് സർക്കാർ വിജിലന്റ് ആവണം. കാരണം ഇതിനകത്ത് സർക്കാരുമായി ഒപ്പുവെച്ചിരിക്കുന്ന പല മാനേജ്മെന്റിനകത്തും അത്തരം ശീലമുള്ളവരുണ്ട്. അത്തരം SFIയുടെ മാത്രമല്ല, എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥാപനം അത്തരത്തിൽ എല്ലാവരും ഞങ്ങൾക്കറിയാലോ 20 സ്ഥാപനത്തെയും ഇവരൊക്കെ ഏതൊക്കെ ശീലക്കാരാണെന്ന്. ഇത്തരം ശീലം അവരിലുണ്ട് എന്ന് SFI ഓർമ്മപ്പെടുത്തുകയാണ്. പിയേഴ്സൺ, ആരോഗ്യമന്ത്രി KK ശൈലജ വളരെ ഉത്തരവാദിത്തോടു കൂടി ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. ഇവിടെ 25,000 രൂപയ്ക്ക് ഇത്ര കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുന്നു. 8.5 ലക്ഷം കൊടുത്തുകൊണ്ടിരുന്ന ഇത്ര കുട്ടികൾക്ക് 2.5 ലക്ഷത്തിന് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. ഇതാണ് പ്രധാനം എന്ന് ആരോഗ്യമന്ത്രി പറയുകയാണ്. മുൻപ് ഉയർന്ന ഫീസ്, അതിന് ചില ആനുകൂല്യങ്ങൾ കൊടുക്കാമെന്ന മാനേജ്മെന്റുകളുടെ വാഗ്ദാനം, അതൊന്നും നടപ്പായോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കാത്ത മുൻ സർക്കാർ എന്ന വിമർശനവും ആരോഗ്യമന്ത്രിക്കുണ്ട്. ഈ 25,000-ഉം 2.5 ലക്ഷവും സ്വാഗതാർഹമാണോ? അല്ല, ഈ ചർച്ചയിൽ ആരോഗ്യമന്ത്രി പങ്കെടുത്തതിൽ ഞാൻ ആരോഗ്യമന്ത്രിയെ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാനായിട്ട് നമ്മളുടെ മന്ത്രി എത്തുക എന്ന് പറയുന്നതിന് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇതിൻ്റെ അകത്തുള്ള ചില പ്രശ്നങ്ങൾ ഞാൻ വളരെ വ്യക്തതയോടെ അവതരിപ്പിക്കാം. ഒന്ന്, 21 സ്വാശ്രയ കോളേജുകളിൽ അപേക്ഷിക്കാൻ കേരളത്തിലെ ഓരോ വിദ്യാർത്ഥിയും മുടക്കേണ്ടി വന്ന അപേക്ഷാ ഫീസ് എനിക്ക് തോന്നുന്നു 42,000 രൂപയോളമാണ്. അതിലെന്തെങ്കിലും അനീതി ഉണ്ടോ എന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളും ആരോഗ്യമന്ത്രിയും പരിശോധിക്കേണ്ടതാണ്. ഓരോ കോളേജിലും അപേക്ഷ സമർപ്പിക്കാനായിട്ട് 2,000 രൂപയാണ് അപേക്ഷാ ഫീസ്. ഏത് കോളേജിലാണ് തൻ്റെ മെറിറ്റ് അനുസരിച്ച് പ്രവേശനം ലഭിക്കുക എന്ന് അറിയാൻ പാടില്ലാത്തതായിട്ടുള്ള വിദ്യാർത്ഥികൾ എല്ലാ കോളേജിലും അപേക്ഷിച്ച് തങ്ങളുടെ ആ കോളേജിൽ ലഭ്യത ഉറപ്പുവരുത്താനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ 21 കോളേജുകളിലും അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി അവർ 42,000 രൂപ മുടക്കി. ഒരു കോഴ്സിന് പ്രവേശനം നേടാൻ വേണ്ടി 42,000 രൂപ അപേക്ഷാ ഫീസ് വാങ്ങുന്നതിൽ ഒരു നീതികേടും ഇതില്ലേ? 2, 25,000 രൂപയ്ക്കും അതേപോലെ തന്നെ 2.5 ലക്ഷം രൂപയ്ക്കും കുറേയധികം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോൾ മെറിറ്റിൽ തന്നെ പഠിക്കാൻ വരുന്നതായിട്ടുള്ള വിദ്യാർത്ഥികളുടെ മുന്നിൽ വെക്കുന്നതായിട്ടുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് 11 ലക്ഷം രൂപയുടെ ഫീസ്, 11 ലക്ഷം രൂപയുടെ ഡെപ്പോസിറ്റ്, 44 ലക്ഷം രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി. ഈ നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരീക്ഷ അല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആൾ ഇന്ത്യ ലെവലിൽ വിദ്യാർത്ഥികൾ 1 വർഷവും 2 വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്ത് പാടുവിട്ട് പഠിച്ച് പരീക്ഷ എഴുതുന്നതാണ്. അഖിലേന്ത്യാ തലത്തിൽ 39,000 സീറ്റാണ് MBBSനുള്ളത്. ആ 39,000 സീറ്റിൽ ഏകജാലക സംവിധാനം അടിസ്ഥാനത്തിൽ പ്രവേശനത്തിന് കേന്ദ്ര ഗവൺമെൻറ്റും അതാത് സംസ്ഥാന ഗവൺമെൻറ്റുകളൊക്കെ തയ്യാറായി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 39,000 റാങ്ക് വരുന്നതായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വരെ പ്രവേശനം ലഭിക്കേണ്ടതാണ്. ആ സുപ്രീം കോടതി ഉണ്ടാക്കിയിരിക്കുന്നതായിട്ടുള്ള വിധിയിലുള്ള ഏറ്റവും വലിയ അപാകത എനിക്ക് തോന്നിയിട്ടുള്ളത്, നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് റാങ്ക് പ്രസിദ്ധീകരിക്കുമ്പോൾ 39,000 സീറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ 3 ഇരട്ടിയാണ് മര്യാദയോടുകൂടി പ്രവേശനം ലഭിക്കാനായിട്ടുള്ള വിദ്യാർത്ഥികളുടെ അർഹതാ ലിസ്റ്റ് എന്ന നിലക്ക് 1,20,000 റാങ്ക് വരെയുള്ള വിദ്യാർത്ഥികളുടെ റാങ്ക് പ്രസിദ്ധീകരിക്കാൻ പാടുള്ളൂ. അതിന് പകരമായിട്ട് 4.5 ലക്ഷം വരെയുള്ള റാങ്ക് പ്രസിദ്ധീകരിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തുള്ള പല സ്വാശ്രയ കോളേജുകളുടെയും മെറിറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ 4,28,000-ൻ്റെയും 4,80,000-ൻ്റെയും റാങ്ക് കിട്ടിയ വിദ്യാർത്ഥികൾ അർഹത നേടിയിരിക്കുന്നത് എന്ന് ഷംസീർ അടക്കമുള്ള, അതുപോലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ പരിശോധിക്കേണ്ടതാണ്. കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സംഭവിച്ചത് എന്താണ്?
50% സീറ്റ് സർക്കാരിന് കൊടുത്താൽ ബാക്കി 50% സീറ്റ് അവർക്ക് വിൽക്കാമായിരുന്നു മാനേജ്മെൻറ്റിന്. 85 ലക്ഷം രൂപ വാങ്ങിച്ചാണ് ഓരോ സീറ്റും അവർ വിറ്റിരുന്നത്. ഈ കൊല്ലം മാനേജ്മെൻറ്റിൻ്റെ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ആ സീറ്റും നീറ്റ് മെറിറ്റിൽ നിന്ന് എടുക്കണം. അങ്ങനെ നീറ്റ് മെറിറ്റിൽ നിന്ന് അവർക്ക് പ്രവേശനം കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടാൻ പോകുന്നതായിട്ടുള്ള ഫീസ് എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ഫീസ് വാങ്ങിച്ചാൽ തന്നെ 11 ലക്ഷം വെച്ചാണ് അവർ വാങ്ങിക്കുന്നതെങ്കിൽ അവർക്ക് കിട്ടാവുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ 55 ലക്ഷം രൂപയും അതേപോലെ തന്നെ ഫിക്സഡ് ഡിപ്പോസിറ്റായിട്ട് 11 ലക്ഷം രൂപയുടെ വാങ്ങുന്ന അതിൻ്റെ പലിശയുമാണ്. ആ പലിശ തന്നെ വളരെ കൂടുതലാണ്. എനിക്ക് തോന്നുന്നത് ഏണ്ട് 22 ലക്ഷത്തിലധികം രൂപ അവർക്ക് പ്രതിമാസം പലിശ കിട്ടാനായിട്ടുള്ള കണക്ക് അതിനകത്തുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും കാശ് കിട്ടിയാൽ പോലും ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് 85 ലക്ഷം വാങ്ങിക്കാനായിട്ടുള്ള സൗകര്യം അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. 55-60 ലക്ഷം രൂപ വരെ അവർക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് ഒരു വർഷം അവർക്ക് 10 കോടി രൂപ നഷ്ടം വരും എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴത്തെ നീറ്റ് മെറിറ്റ് പോലും അട്ടിമറിച്ചുകൊണ്ട് അവരെ ഈ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഫീസിൻ്റെ കാര്യത്തിലാണ് കർശനമായിട്ട് ഇടപെടൽ നടത്തേണ്ടത്. ജെയിംസ് കമ്മിറ്റി കഴിഞ്ഞ വർഷം ചൂണ്ടിക്കാട്ടുന്നത് മാനേജ്മെന്റ് കോട്ടയിലുള്ള ഫീസിനെ പറ്റിയാണ് അല്ലേ? തീർച്ചയായിട്ടും മാനേജ്മെന്റ് കോട്ട മെറിറ്റ് ആണെന്ന് പറയുമ്പോൾ അപകടമാണ്. മെറിറ്റ് അല്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. മാനേജ്മെന്റ് സീറ്റ് എന്ന് പറയുന്നത് ആർക്കും കൊടുക്കാവുന്നതാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തർക്കത്തിന് ഇരിക്കേണ്ട ആവശ്യമില്ല. അവിടെയാണ് ഈ 50-ൽ നമുക്ക് ഈ 25,000-വും 2.5 ലക്ഷവും നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്ന്. അവിടെയുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അത് കായംകുളം കൊച്ചുണ്ണിയുടെ ജോലിയാണ് സർക്കാർ ചെയ്യുന്നത്. കാരണം എന്താണ്, എല്ലാം ഒരേ മെറിറ്റുള്ള കുട്ടികളാണ്. കുറേ കുട്ടികൾ മോശമായ മെറിറ്റുള്ളവരല്ല. ആൾ ഇന്ത്യ മെറിറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കീവിന്റെ മെറിറ്റിനേക്കാൾ മെച്ചപ്പെട്ട മെറിറ്റ്. ശരി 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 അങ്ങനെയാണ് സർക്കാർ. ദേവീത് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എനിക്കൊരു 2 മിനിറ്റ് ഇടവേള ആവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ആരോഗ്യമന്ത്രിയിലേക്കും ഡോക്ടർ ഫസൽ ഗഫൂറിലേക്കും.